വീണ്ടും നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ ഇരിപ്പാൻ തക്കണം ദൈവം കൃപ ചെയ്തുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്നവനായ സ്വർഗീയ വാഴ്ത്തപ്പെട്ട പിതാവേ, ഞങ്ങൾ മൗനമായിട്ട് അല്പം നേരം അവിടുത്തെ സന്നിധിയിലേക്കിട്ട് ഞങ്ങളോട് സംസാരിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മൾ ദൈവസന്നിധിയിൽ പഠിക്കാനിരിക്കുമ്പോൾ തുറന്ന മനസ്സോടെ ഇരിക്കണം. അങ്ങനെ തുറന്ന മനസ്സോടെ ഇരിക്കുന്ന രീതിയിൽ ദൈവം നമ്മളെ നല്ല കാര്യങ്ങളൊക്കെയും പഠിപ്പിക്കും. അപ്പോൾ ഇന്ന് നല്ല കാര്യങ്ങളൊക്കെ പഠിക്കാൻ തക്കണം ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നലെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചിന്തിച്ചു അല്ലേ? പ്രത്യേകിച്ചും 3 കാര്യങ്ങൾ. 1, ദൈവം മാറാത്തത്. ദൈവം തന്നെ പറയുകയാണ്, യഹോവയായ ഞാൻ മാറാത്തത്. നമ്മളതങ്ങ് വിശ്വസിക്കണം. പിന്നെ പറയാണ്, ദൈവവചനം മാറ്റമില്ലാത്ത. പിന്നെ പറയാണ്, നിങ്ങൾ എൻ്റെ വചനത്തോടൊന്നും കൂട്ടരുത്, ഒന്നും കുറയ്ക്കരുത്. അങ്ങനെ 3 കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. എന്നിട്ട് നമ്മളോട് തന്നെ ചോദിക്കുകയാണ്, പിന്നെങ്ങനെയാ ഈ ശനിയാഴ്ച ഞായറാഴ്ച ആയത്? വലിയൊരു പ്രയാസമാണ് അല്ലേ? പിന്നെ എങ്ങനെയാ ഈ ശനിയാഴ്ച എന്ന് പറയുന്ന കാര്യം ഞായറാഴ്ച ആയെന്ന് നോക്കിയാൽ ഒരു അന്തവും കിട്ടുന്നില്ല അല്ലേ? ചിന്തിച്ചോണം. നിഷ്പക്ഷമായിട്ട് ചിന്തിച്ചോണം. യാതൊരു വേലിക്കെട്ടിൽ നിന്നുകൊണ്ട് ഒന്നും ചിന്തിക്കരുത്. വിശേഷിച്ചും ദൈവവചനം അങ്ങനെ വേലിക്കെട്ടിൽ നിന്നുകൊണ്ട് ചിന്തിക്കരുത്. നമ്മൾ വായിച്ച് അതിനകത്തോട് ചേർക്കേണ്ടി വരും. അന്നേരം ഈ വചനത്തിൽ നിന്ന് നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്ന നിലയിൽ എന്താണ്? ദൈവം മാറാത്തത്, ദൈവവചനം മാറാത്തത്. നമ്മളൊന്നും കൂട്ടരുത്, ഒന്നും കുറയ്ക്കരുത്. അപ്പോൾ അങ്ങനെ ചിന്തിപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത്, എടാ പിന്നെങ്ങനെ ഏതാണ്ട് 4000 വർഷത്തോളം ശബ്ദത്തോറും ദൈവത്തിൻ്റെ ജനം വന്ന് ആരാധന കഴിച്ചിരുന്നു. ശരിയല്ലേ? ആർക്കും നിഷേധിക്കാൻ പറ്റത്തില്ല. 4000 വർഷങ്ങൾക്ക് ശേഷം 4000 വർഷങ്ങൾക്ക് ശേഷം ഇതെങ്ങനെ മാറിയതെങ്ങനെ അല്ലേ? 4000 വർഷങ്ങൾക്ക് ശേഷം ഇത് മാറി. ഒരു കാര്യം ചോദിക്കട്ടെ, ദൈവം ആദിയിൽ സൃഷ്ടിച്ച ആനയാണോ ഇന്നത്തെ ആന? അതെയോ? ഉറപ്പാണോ? പിന്നെ നീളമുണ്ടെങ്കിൽ കുറച്ച് കൂടിയോ കുറഞ്ഞോ എന്നിരിക്കുന്നേ ഉള്ളൂ. ആന തന്നെ. ശരി, ഇനിയും ദൈവം ആദിയിൽ സൃഷ്ടിച്ച ആട് തന്നെയാണോ ഇന്നത്തെ ആട്? ആ, അത് 2 കാര്യങ്ങൾ ഉറപ്പായി അല്ലേ? ഓക്കെ, ദൈവം സൃഷ്ടിച്ച മാവാണോ ഇന്നത്തെ മാവ്? അല്ലേ? അതിൻ്റെ അർത്ഥം എന്നാ? സൃഷ്ടി മാറുന്നില്ല എന്നൊരു സത്യം നമുക്ക് മനസ്സിലാവും. സൃഷ്ടി മാറിക്കൂടാ. അപ്പം അങ്ങനെയാണെന്നതിൽ ആദിയിൽ ദൈവം ശബത്ത് സൃഷ്ടിച്ചു. മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 27-28 വാക്യങ്ങൾ എന്ന് പറയുന്നു, ശബത്ത് മനുഷ്യ നിമിത്തം അത്രേ ഉണ്ടായതെന്ന് പറഞ്ഞാൽ എന്നാണ് അർത്ഥം? made. All right. Who made it? God made it. അല്ലേ സാറേ? അങ്ങനെയല്ലേ? ദൈവമല്ലേ ഉണ്ടാക്കി. ആട് മാറുന്നില്ല, ആന മാറുന്നില്ല, മാവ് മാറുന്നില്ല, പിന്നെ അങ്ങനെ ശബ്ദം മാറുന്ന എങ്ങനെ? എനിക്കിതങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഇത് മാറാൻ സാധ്യമല്ല. വേറെ സംസാരത്തിൻ്റെ ആവശ്യമില്ല. വാസ്തവത്തിൽ വേറൊരു സംസാരത്തിൻ്റെ ആവശ്യം ഇവിടെ ഉദിക്കുന്നില്ല. എങ്കിലും അല്പനേരം നമുക്ക് ചിന്തിക്കാം. സൃഷ്ടിപ്പിൻ്റെ ക്രമം. ഇന്ന് നമുക്ക് ആഴ്ചയ്ക്ക് എത്ര ദിവസമുണ്ട്? ഐ എം ഗോയിങ് ടു റീസൺ വിത്ത് യു. അത്രയേ ഉള്ളൂ. ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നത്? ഞാൻ നിങ്ങളുമായിട്ട് റീസൺ ചെയ്യാം അല്ല, തുറന്ന മനോഭാവത്തോടെ. അതെ, ആഴ്ചയ്ക്ക് എത്ര ദിവസമുണ്ട്?
7 ദിവസമുണ്ട്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം. ഓക്കെ, ഇതൊരു ക്ലാസ്സാണ്, ഞാൻ പ്രസംഗിക്കാൻ നിൽക്കുക. 7 ദിവസം. അതെന്താ 10 ദിവസം അല്ലാത്ത, അല്ല 8 ദിവസം അല്ലാത്തത്? അപ്പോൾ സൃഷ്ടിപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നാം ജീവിക്കുന്ന ആഴ്ചവട്ടം രൂപം കൊണ്ടത്. ആദ്യത്തെ ദിവസം എന്ത് സൃഷ്ടിച്ചു? വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞു. വെളിച്ചം. സന്ധ്യയായ വിശ്വസമായി 1-ാം ദിവസം. പിന്നെന്താണ്? ആകാശ വിധാനം 2-ാം ദിവസം, അല്ലേ? പിന്നെ ഭൂമി വെള്ളത്തിൽ നിന്നും ഉയർന്നു വന്നു. 4-ാമത്തെ ദിവസം എന്ത് സൃഷ്ടിച്ചു? സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ 4-ാമത്തെ ദിവസം സൃഷ്ടിച്ചു. 5-ാമത്തെ ദിവസം നമ്മൾ എന്ത് സൃഷ്ടിച്ചു? 5-ാമത്തെ ദിവസം എന്തോ സൃഷ്ടിച്ചു ദൈവം? പക്ഷികളെയും മത്സ്യങ്ങളെയും സൃഷ്ടിച്ചു, അല്ലേ? 5-ാമത്തെ ദിവസം. 6-ാമത്തെ ദിവസമോ? മൃഗങ്ങളെയും, പിന്നെ പ്രാണികൾ, പിന്നെ മനുഷ്യർ. 7-ാമത്തെ ദിവസം എന്ത് സൃഷ്ടിച്ചു? വിശ്രമിച്ചു. എന്നാൽ ദൈവം ശബത്ത് സൃഷ്ടിച്ചു. അതുകൊണ്ടാണ് സാറ് പറഞ്ഞത് സാബത്ത് വാസ് മെയ്ഡ്. സാബത്ത് വാസ് മെയ്ഡ് ഫോർ മാൻ. സ്വസ്ഥമായിരുന്നു സൃഷ്ടിക്കുന്നതാണ് ശബത്ത് എന്ന് പറയുന്നത്. മറ്റേതെല്ലാം പ്രവൃത്തി ചെയ്ത് സൃഷ്ടിക്കുന്നു. ഇത് സ്വസ്ഥമായിരുന്നു ദൈവം സൃഷ്ടിച്ചു. അത് മാറിക്കൂടാ, അല്ലേ? ഇനി 7-ാം ദിവസത്തെ ദൈവം എന്ത് ചെയ്തു? നമ്മൾ ഇതൊന്ന് പറഞ്ഞൊന്ന് അവസാനിപ്പിച്ചിട്ട് പിന്നെന്താ ചെയ്യാമെന്നറിയാം. ഇത് മാറിപ്പോയി എന്ന് പറയുന്ന ജനമുണ്ട്. അവർ പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി എന്താണെന്ന് കൂടെ ചിന്തിച്ച് പോകുമ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ആരോടെങ്കിലും പറയണം, തർക്കിക്കാൻ നിൽക്കണ്ട കേട്ടോ. ഉള്ള കാര്യം ഉള്ളതായിട്ടങ്ങ് പറഞ്ഞേച്ച് പോയാൽ മതി, അല്ലേ? അപ്പോൾ ദൈവം 7-ാമത്തെ ദിവസത്തെ മറ്റ് ഒരു ദിവസത്തിനോടും ചെയ്യാത്ത ഒരു കാര്യം ശബത്തിനോട് 7-ാമത്തെ ദിവസത്തോട് ചെയ്തു. അങ്ങനെയാണ് ദൈവം ശബത്ത് സൃഷ്ടിച്ചത്. എന്ത് ചെയ്തു? അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു. അതിൻ്റെ അർത്ഥം എന്തോ? അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്നാ? അനുഗ്രഹിച്ച് വേർതിരിച്ചു എന്നുള്ളതാണ് എൻ്റെ അർത്ഥം, അല്ലേ? അപ്പോൾ സെപ്പറേറ്റഡ് ഫോർ എ ഹോളി പർപ്പസ്. അപ്പം വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഇന്ന് സംസാരിക്കാം കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം, എല്ലാവർക്കും സംസാരിക്കാം, ആർക്ക് വേണമെങ്കിലും സംസാരിക്കാം. ഈ ഹോളി പർപ്പസിന് വേണ്ടിയിട്ട് ദൈവം സൃഷ്ടിച്ചിട്ടുള്ള കാര്യത്തെ കോമൺ പർപ്പസിന് ഉപയോഗിച്ചുകൂടാ. അങ്ങനെ ഒരു തത്വം വേദപുസ്തകത്തിലുണ്ട്. ഉണ്ടോ സാറേ? അതുതന്നെ. എന്തായി? ബെൽഷസ്സർ രാജാവിൻ്റെ കാര്യം ഓർക്കുന്നുണ്ടോ? ഉണ്ട്. ദേവാലയത്തിലെ ഉപകരണങ്ങളൊക്കെ എന്താണ്? ഹോളി വെസൽസ്. എന്ത് ചെയ്തു? കൊണ്ടുവന്ന് കള്ളൊഴിച്ച് കുടിച്ചു എന്ന് പറഞ്ഞാൽ അന്ന് രാത്രി തന്നെ അവൻ്റെ കാറ്റ് പോയി, അല്ലേ? അപ്പോൾ നമ്മളൊരു കാര്യം കാണുന്നുണ്ട്, അല്ലേ? അഭിഷേക തൈലം ഉണ്ടാക്കണമെന്ന് ദൈവം പറയുന്നു, അല്ലേ? അഭിഷേക തൈലം ഉണ്ടാക്കുമ്പോൾ ആ കൂട്ട് പോലെ നീ വേറെ കൂട്ട് മനുഷ്യൻ്റെ ദേഹത്തിൽ ഒഴിക്കാൻ അത് ഉപയോഗിക്കരുത്. അത് പ്രത്യേക തൈലമാണ്, അല്ലേ? ഹോളി എന്ന് പറയുന്നത്, അല്ലേ? ഓക്കെ, ലെറ്റ്സ് ടോക്ക്. ഓക്കെ, അപ്പോൾ പറയാണ്, ദൈവം പറഞ്ഞു, ദൈവം തന്നെ കത്തിച്ച ഒരു അഗ്നി അവിടെ കിടക്കാം, അതിനകത്തുനിന്ന് മാത്രമേ തീയെടുത്ത് ദേവാലയ ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. ശരിയല്ലേ സാർ? അപ്പം ഈ 2 വിദ്വാൻമാരെന്ത് വിചാരിച്ചെന്നറിയാമോ? സാരമില്ല, ഇന്നും അതാ മനോഭാവം. സാരമില്ല, ശനിയാഴ്ച ആയാലും ഞായറാഴ്ച ആയാലും വെള്ളിയാഴ്ച ആയാലും സാരമില്ല. നമുക്ക് സാരമില്ലായിരിക്കും, സാരമുള്ള വേറെ ഒരാളുണ്ട്, ദൈവം. അപ്പോൾ എന്തായി? ഇവർ അന്യാഗ്നി, ദൈവം കൽപ്പിച്ചിട്ടില്ലാത്ത അഗ്നി ആയതുകൊണ്ടാണ് അതിനെ എന്ത് വിളിക്കുന്നത്? അന്യ അഗ്നി എന്ന് പറയുന്നത്, അല്ലേ? അഗ്നിക്കൊന്നും കുഴപ്പമുണ്ടായിട്ടല്ല, പക്ഷേ ദൈവം കൽപ്പിച്ചിട്ടില്ലാത്തതും കൊണ്ട് ചെന്ന് ആരാധന കഴിച്ചു അന്നേരം തന്നെ അവരുടെ ജീവൻ പോയി എന്ന് കാണുവാൻ സാധിക്കും. അതിൽ നിന്ന് ഞാനൊരു കാര്യം പഠിച്ചു. എന്നാണെന്നറിയാമോ? God is very specific. What is it? God is very specific. ഒരു കാര്യം പറഞ്ഞാൽ
when God is specific, we have no choice but to be specific with God. അല്ലേ? മനസ്സിലായല്ലോ അല്ലേ? ദൈവം പ്രത്യേകിച്ചൊരു കാര്യം പറഞ്ഞാൽ അതുപോലെ തന്നെ നമുക്കും അത് പ്രത്യേക കാര്യമായിരിക്കണം, ദൈവത്തിന് ഹിതമായിരിക്കണമെങ്കിൽ. ഞാൻ ഒത്തിരി ബൈബിൾ കൊട്ടേഷൻസൊക്കെ എഴുതി, എന്നാലും ഇത്രയും കാര്യം പറഞ്ഞപ്പോൾ അത് നമുക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അങ്ങനെ ദൈവം എന്ത് ചെയ്തു? ശബത്തിനെ സൃഷ്ടിച്ചുണ്ടാക്കി. ഇനി ചോദിക്കാം, ഉത്തരം പറയണം കേട്ടോ. ഞാൻ ചോദിക്കാം, എന്തിനായി ഇതുണ്ടാക്കി? ഈ ശബത്ത് എന്ന് പറയുന്ന ഒരു ദിവസത്തെ എന്തിന് ദൈവം? എല്ലാത്തിനും ഒരു കാരണമുണ്ട് അല്ലേ? ഒരു കാരണമുണ്ട്. മൈക്കുണ്ടാക്കി എന്തിനാ? അതിനൊരു ഉപയോഗമുണ്ട്. പേന ഉണ്ടാക്കി അതിനൊരു കാരണമുണ്ട്. ശബത്തുണ്ടാക്കിയതിൻ്റെ കാരണം എന്തുവാ? ദൈവത്തിൻ്റെ കാരണം എന്താ? നമ്മുടെ കാരണമല്ല ചോദിച്ചു. ദൈവത്തിൻ്റെ കാരണം എന്നാ? എന്തിന് ദൈവം ശബത്തുണ്ടാക്കി? വായിക്കാം. ലേവ്യ പുസ്തകം 23-ാമത്തെ അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം. 6 ദിവസം വേല ചെയ്യണം, 7-ാം ദിവസം വിശുദ്ധ സഭായോഗം കൂടേണ്ടുന്ന സ്വസ്ഥതയ്ക്കുള്ള ശബത്ത്, അന്ന് ഒരു വേലയും ചെയ്യരുത്. ഓക്കെ ഓക്കെ എന്തിനാ സൃഷ്ടിച്ചെന്ന് ദൈവം പറയണമേ. എടാ, ഞാൻ ചോദിക്കുന്ന ദൈവമല്ലേ സൃഷ്ടിച്ചത്? ആ സൃഷ്ടിച്ച ദൈവം പറയാണ് ഈ കാര്യത്തിന് വേണ്ടിയിട്ട് ഞാനിത് അല്ലേ സാറ് തലകുലയ്ക്ക് സമ്മതിച്ചു. സ്തോത്രം. അത് നമ്മളുള്ള കാര്യമാണ് ചിന്തിക്കുന്നത് അല്ലേ? സൃഷ്ടിച്ച ദൈവം പറയുകയാണ് എന്തിനായിട്ട് സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ നമുക്കതിന് വേറെ ചോയ്സ് ഒന്നുമില്ല അല്ലേ? അപ്പം എന്താണ്? 6 ദിവസം വേല ചെയ്യണം, 7-ാം ദിവസം വിശുദ്ധ സഭായോഗം ഉണ്ടാക്കണം. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ചില ആളുകളൊക്കെ പറയാനുണ്ട് നമുക്ക് എല്ലാ ദിവസവും ദൈവത്തെ ആരാധിക്കാമല്ലോ. ഞാനും പറയുന്നത് അതാണല്ലോ. എല്ലാ ദിവസവും ദൈവത്തെ ആരാധിക്കാൻ ഒരു കുഴപ്പമില്ലല്ലോ. നമ്മൾ വീട്ടിലിരുന്ന് ദൈവത്തെ ആരാധിക്കും, രാവിലെ വൈകിട്ട് ഒക്കെ ദൈവത്തെ ആരാധിക്കുന്നു. വലിയ കുഴപ്പമുണ്ട്? ഒരു കുഴപ്പമില്ല, നല്ല കാര്യം. എന്നാൽ ജനം കൂടി വന്ന് ഒരു ദിവസം ആരാധിക്കണമെന്ന് ദൈവത്തിൻ്റെ പദ്ധതി ആയതുകൊണ്ട് ദൈവം ഒരു ദിവസത്തെ സൃഷ്ടിച്ച് വേർതിരിച്ചിട്ട് എന്താണ് പറയുന്നത്? ഈ ദിവസം നിങ്ങൾ സഭായോഗം ഉണ്ടാകണം. അപ്പം സഭായോഗത്തിന് വേണ്ടിയിട്ട് സൃഷ്ടിച്ചു ഒരു കാര്യം. ഇനി കാരണം വല്ലതും ഉണ്ടോ എന്ന് നോക്കാം അല്ലേ? ഇനി കാരണം വല്ലതും ഉണ്ടോ എന്ന് നോക്കാം. യെഹെസ്കേൽ പുസ്തകം 20-ാമത്തെ അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം വായിക്കാം. യെഹെസ്കേലിൻ്റെ പുസ്തകം 20-ന്റെ 20 വായിക്കണം. എന്റെ ശബത്തുക്കളെ വിശുദ്ധീകരിപ്പീൻ, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവ എനിക്കും നിങ്ങൾക്കും ഇടയിൽ അടയാളമായിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. നിങ്ങളെന്തോ പറയും? ദൈവം പറയാനുള്ളത് ദൈവം പറയും. സൃഷ്ടിച്ച ദൈവം പറയാണ് ശബത്തുണ്ടാക്കിയതിന് കാരണമുണ്ട്. ഞാൻ ഇത് സൃഷ്ടിച്ചത് ഒരു കാരണത്തിനാണ് അല്ലേ? ഇപ്പം എന്ത് പറയുന്നു? ഇവൻ പറയുന്നു ഞാൻ നിങ്ങളുടെ യഹോവ എന്ന് നിങ്ങൾ അറിയേണ്ടത് കാരണമാണ്. ഇത് സൃഷ്ടിച്ചതിൻ്റെ കാരണം എല്ലാ മനുഷ്യർക്കും ഒരുപോലല്ലേ അല്ലേ? ഞാൻ ഇന്ന് എനിക്ക് ഒരാൾ അയച്ചു തന്ന വീഡിയോ കാണുകയായിരുന്നു. ടെലിഫോണിൽ റെക്കോർഡ് ചെയ്ത് അയച്ചു തന്നെ. അവൻ പറയുന്നത് ഇപ്പം പുതിയ നിയമത്തിൽ ശബദമില്ല എന്ന് പറഞ്ഞു. ഞാൻ കേട്ടു പുതിയ നിയമത്തിൽ ശബദം ഇല്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ നോക്കുമ്പോൾ ഒരു കാര്യം സൃഷ്ടിച്ചാൽ പിന്നെ അത് ഇല്ലാതെ വരുന്നത് എങ്ങനെ? നോ മാറ്റർ ക്യാൻ നീദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. അതൊരു പൊതു തത്വമാണ്. ഇത് ദൈവം സൃഷ്ടിച്ചു എന്ന് നാം തിരുവചനത്തിൽ വായിക്കുന്നു. ഒരാൾ പറയാണ് ഇല്ല. എന്തു ചെയ്യും? നിങ്ങൾ ആരെ വിശ്വസിക്കും? പാപത്തിൻ്റെ അടിസ്ഥാനപരമായ നിർവചനം എന്താണെന്നറിയാം? ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് വേറൊരു സ്ഥലത്ത് നമ്മൾ കൂടി വന്നപ്പോൾ അത് വായിച്ചു.
പാപത്തിൻ്റെ അടിസ്ഥാനപരമായ നിർവചനം എന്തുവാണ്? അറിയാമോ മക്കളെ? ഓക്കെ, ട്രാൻസ്ഗ്രഷൻ ഓഫ് ദ ലോ, അത്രയും നമുക്കറിയാം അല്ലേ? എന്നാൽ സാറേ, ഞാൻ മറ്റൊരു കാര്യം മനസ്സിലാക്കി, അത് വേണേൽ പറയട്ടെ. ലോ, ട്രാൻസ്ഗ്രഷൻ പാപമാണെന്നുള്ള കാര്യം 1 യോഹന്നാൻ 3:4 പറയുന്നു, നമുക്കെല്ലാം അറിയാം. പക്ഷെ ഇതിൽ അതിന് മുമ്പ് മാറ്റുന്നുണ്ട്. യുനോ വാട്ട്, ഞാൻ ഈ പാപം എന്താണെന്നുള്ള കാര്യത്തെപ്പറ്റി ഒരു പഠനം അങ്ങ് നടത്തി. പാപം എന്ന് പറയുന്നത് പാപം, പിന്നെ അത് മറ്റു വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. കാര്യം എന്നറിയാം, പാപം എന്ന് പറഞ്ഞാൽ ഒരു വേഷത്തിൽ മാത്രമല്ല മനുഷ്യൻ്റെ അടുത്ത് വരുന്നത്. ഇത് പല വേഷം ധരിച്ചു വരുന്നതുകൊണ്ട് പല വാക്കുകൾ ഉപയോഗിക്കേണ്ടി വന്നു എന്ന് മനസ്സിലായി. സിൻ എന്ന് പറഞ്ഞാൽ മാത്രം പോയി. ട്രാൻസ്ഗ്രഷൻ എന്ന് പറയേണ്ട ആവശ്യമില്ല, ഇന്നിക്വിറ്റി എന്ന് പറയേണ്ട ആവശ്യമില്ല. സിൻ എന്നങ്ങ് പറഞ്ഞാൽ പോരായോ? സിൻ ഈസ് ഡിഫറെൻറ്റ് ഫ്രം ഇന്നിക്വിറ്റി, മറ്റേതും. അപ്പോൾ പല നിർവചനമുണ്ടത്. കർത്താവായ യേശു ക്രിസ്തു ആ നിർവചനം അങ്ങ് നമ്മളോട് പറഞ്ഞു തന്നു. അതെന്താണെന്നറിയാമോ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ, ചിന്തിച്ചിട്ടുണ്ടോ? വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം വായിക്കണം. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം. അവർ എന്നിൽ വിശ്വസിക്കായ്ക കൊണ്ട് പാപത്തെക്കുറിച്ചും. അവിടെ നിൽക്കട്ടെ, അതല്ലേ ഉള്ളൂ 9 എന്ന് പറയുന്നത് അല്ലേ? ആ ഒരൊറ്റ വാചകമേ ഉള്ളൂ 9 എന്ന് പറയുന്നത്. എന്താണ്? അവർ എന്നിൽ വിശ്വസിക്കായികയാൽ പാപത്തെക്കുറിച്ചും എന്ന് പറയുന്ന നമ്മൾ ദൈവം പറയുന്നത് വിശ്വസിക്കാതിരിക്കുന്നതാണ്. അയ്യോ, എന്തുകൊണ്ട് പാപം? നമുക്ക് ഏതെൻ തോട്ടത്തിലോട്ട് പോകാം, അല്പം യാത്ര ചെയ്ത് ഏതെൻ തോട്ടത്തിലുള്ള പോകാം. ദൈവം പറഞ്ഞു, തിന്നുന്ന നാൾ നീ മരിക്കും. സാത്താൻ എന്ത് പറഞ്ഞു? നീ മരിക്കത്തില്ലെന്ന് പറഞ്ഞു. ഹവ്വ ആരെ വിശ്വസിച്ചു? സാത്താനെ വിശ്വസിച്ചു. ഈ വിശ്വാസം കഴിഞ്ഞിട്ടാണെന്നല്ലോ പഴം പറിക്കാൻ പോകുന്നത്, ആണല്ലയോ? ദൈവത്തെ അവിശ്വസിക്കുന്നതിന്റെ ഫലമായിട്ടാണ് പിന്നെ പോയി. അപ്പം പഴം പറിച്ച് തിന്നുന്നതിന് മുൻപേ ഇപ്പോൾ പാപിയായി പോയി. ഈ നിർവചന പ്രകാരം എന്താണ്? അപ്പൊ ദൈവത്തെ അവിശ്വസിക്കുന്നത് ഗ്രഹിച്ചോ? മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ശബത്ത് നീങ്ങിപ്പോയി, മാറിപ്പോയി എന്ന് പറയുന്നത് എന്താണ്? ഇന്നലെ നമ്മൾ എന്ത് പഠിച്ചു? യഹോവയുടെ ഞാൻ എൻ്റെ നിയമത്തെ ലംഘിക്കുകയോ എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടതിന് ഭേദം വരുത്തുകയോ ദൈവം ഇല്ലെന്ന് പറയുമ്പോൾ നമ്മൾ ഉണ്ടെന്ന് പറയുന്നു. ഇത്രയും സോറി, ഐ നീഡ് ടു കം ഡൗൺ, റൈറ്റ്? ഐ നീഡ് ടു കം ഡൗൺ. ദൈവം ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ദാറ്റ് ഈസ് റിബെല്ലിങ്. അത് ചെയ്യരുത് എൻ്റെ സഹോദരങ്ങളെ, അങ്ങനെ ചെയ്യരുത്. ദൈവം ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ആമേൻ എന്ന് പറയാം. അത് ഭംഗിയായിരിക്കും അല്ലേ? നമ്മൾ ആരെയും കുറ്റം പറയുന്നില്ല അല്ലേ? അപ്പോഴും നമ്മളിന്ന് വേദഭാഗം വായിച്ചതുപോലെ എന്താണ് ശബത്ത് നാളിനെ ശുദ്ധീകരിക്കാൻ ഓർക്കണം. എന്നിട്ട് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ശബത്ത് എന്ന് പറയുന്നത് എപ്പം മുതലാണ്? ലേവ്യ പുസ്തകം 20 എടുക്കണ്ട, അതിൽ തന്നെ പറയുന്നുണ്ട് സന്ധ്യ മുതൽ സന്ധ്യ വരെ. അതിനെ നമ്മൾ വിശ്വസിക്കണം. അങ്ങനെ തന്നെ വിശ്വസിക്കണം. വിശ്വസിച്ചില്ലെങ്കിലോ പാപം. അങ്ങനെ നമ്മൾ വായിച്ചു, എന്നിൽ വിശ്വസിക്കായികയാൽ പാപത്തെക്കുറിച്ച്. ഇന്ന് ആർക്കെങ്കിലും മാനസാന്തരപ്പെടണം എന്ന് തോന്നുന്നെങ്കിൽ നല്ല സമയമായിട്ട് അതിനെ ഉപയോഗിക്കണമെന്ന് ഞാൻ ദൈവനാമത്തിൽ നിങ്ങളെ ഓർപ്പിക്കുന്നു. അതെ, ഇനിയും സംശയമില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. എന്തുവാണ്? സൃഷ്ടി മുതൽ കർത്താവായ യേശു ക്രിസ്തു വരെ അല്ലേ, വിശുദ്ധ ദിവസം ഏതാണെന്നുള്ളതിനെ പറ്റി തർക്കമുണ്ടായിരുന്നു? ഒരു തർക്കവും ഇല്ല. ദൈവം ജനം എന്ന് ആരാധനയ്ക്ക് കൂടി വന്നു, ശബത്തിൽ കൂടി വന്നു അല്ലേ? ഒന്നുമില്ല. അപ്പോൾ
അപ്പോൾ ഇന്ന് ഞാൻ കേട്ടതിൽ പറയാം, പുതിയ നിയമത്തിൽ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല, അശുദ്ധവും വിശുദ്ധവും ഒന്നുമില്ല എന്ന് പറയും. അദ്ദേഹം ഒരു ശുശ്രൂഷകനാണ്. യിരെമ്യാ പുസ്തകത്തിൽ പറയുന്നു, എൻ്റെ പുരോഹിതന്മാർ ശുദ്ധവും അശുദ്ധവും തമ്മിൽ തകരാറായേ സാറേ എന്ന് പറയുന്നു. എൻ്റെ പുരോഹിതന്മാർ ശുദ്ധവും അശുദ്ധവും തമ്മിൽ വേർതിരിച്ച് കാണിക്കുന്നില്ല. അത് ഇന്നും അന്നും ഉണ്ടായിരുന്നു. എന്തോ വായിക്കണോ? എനിക്ക് തോന്നുന്നു യിരെമ്യാ പ്രവചനം 5-ാമത്തെ അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യമാണോ എന്തോ. എന്നാ വായിച്ചോ, അവിടെയും ഉണ്ട്. നിക്കട്ടെ സാറേ, പുരോഹിതന്മാർ എന്റെ ന്യായപ്രമാണത്തോട് ദ്രോഹം ചെയ്യുന്നു. പാടില്ല. ദൈവത്തോട് മറുതലിച്ചുകൂടാ, ദൈവത്തിന് കീഴ്പ്പെട്ട് ജീവിക്കണം എന്ന് വായിച്ചോളൂ വാക്യം. എന്റെ വിശുദ്ധ വസ്തുക്കളെ അശുദ്ധമാക്കുന്നു, എന്റെ വിശുദ്ധ വസ്തുക്കളെ അന്നും ഇന്നും. അവർ ശുഭവും അശുദ്ധവും തമ്മിൽ വേർതിരിക്കുന്നില്ല, മലിനവും നിർമ്മലവും തമ്മിലുള്ള ഭേദം കാണിച്ചു കൊടുക്കുന്നതും ഞാൻ അവരുടെ മധ്യ അശുദ്ധനായി ഭവിക്കത്തക്കോണം എന്റെ ശബത്തുകളെ നോക്കാതെ കളയുന്നു. ഓക്കെ സാറേ, എൻ്റെ അവസാനം ഒന്ന് വായിച്ച്. അവരെന്റെ ശബത്തുകളെ കാണാതെ കണ്ണു മറച്ചു കളയുന്നു. എന്നിട്ട് അതിന്റെ നടുവിലെ പ്രഭുക്കന്മാർ ലാഭമുണ്ടാക്കുന്നതിന് ഇല്ല. അപ്പോൾ അങ്ങനെ അല്ലേ, ദ്രോഹം ചെയ്യുന്നു. എന്നിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം, എന്താണെന്നറിയാം, ആ ഫാനിച്ചിറൊന്ന് അങ്ങോട്ട് മാറ്റി വെച്ചാൽ ഇത് അടങ്ങിയിരിക്കും. ഇവിടെ എനിക്ക് പ്രവാചകന്മാർ വ്യാജമായി പ്രവചിക്കുന്നു, പുരോഹിതന്മാരും അവരോട് ഒരു കൈയായി അധികാരം നടത്തുന്നു. എവിടാ സാറേ അത്? 5:31 യിരെമ്യാ. എനിക്ക് എന്റെ ജനത്തിനോ അത് ഇഷ്ടമാകും. അവസാനം നിങ്ങൾ എന്നാൽ ഒടുക്കം നിങ്ങൾ എന്ത് ചെയ്യും? എൻ്റെ സഹോദരങ്ങളെ, ഇവിടെ ഇരുന്ന് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് ചിന്തിച്ച് കടന്നു പോകണമേ എന്ന് ഞാൻ ദൈവനാമത്തിൽ നിങ്ങളോട് അപേക്ഷിക്കാം. ഒടുവിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇപ്പം നിങ്ങൾ പാരമ്പര്യത്തെ നോക്കുന്നു, വിട്ടുവരാൻ മനസ്സില്ലാതെ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു. ഒടുവിൽ എന്ത് ചെയ്യും? വലിയ പ്രയാസമാണ് അല്ലേ? പുതിയ നിയമത്തിൽ ശബ്ദമുണ്ടോ എന്നാ ചോദ്യം. അടുത്ത എൻ്റെ ചോദ്യം, പുതിയ നിയമത്തിൽ ശബ്ദമുണ്ടോ? ഉണ്ടോ? ഉണ്ട്. ഇല്ലെന്ന് പറയുന്നവരുമുണ്ട്. അത് ഞാൻ പറഞ്ഞു, ഞാനിന്ന് കേട്ടു ഒരു ശുശ്രൂഷകനാണ്. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം ഒരാളോടല്ല വലിയൊരു സമൂഹത്തോട് പറയുകയാണ്, എന്താണ്? ഇല്ല, അതൊക്കെ പണ്ടായിരുന്നു. അപ്പോൾ ഇനിയും ഇങ്ങനെ ഈ വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ നമ്മൾ വായിച്ചതുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അതെ, എന്തുവാണ്? ഞാൻ എൻ്റെ നിയമത്തെ ലംഘിക്കുകയോ എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടതിന്. സാറേ, ഇത് രണ്ടും കൂടെ അങ്ങോട്ട് പോകുന്നില്ലെന്ന്. ഇതിനെ എങ്ങനെ കിടന്ന് വ്യാഖ്യാനിക്കുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്കിത് അറിയണം എന്തോ എന്നുള്ള കാര്യം. പുതിയ നിയമത്തിൽ ശബ്ദമുണ്ടോ? ഉണ്ട്. പുതിയ നിയമത്തിൽ ശബ്ദമുണ്ട്. ഒരു വാക്യം മാത്രം വായിക്കാം, സമയം കുറവായത്. മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം വായിക്കാം. എന്നാൽ നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്തോ ശബദിലോ സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിപ്പീൻ. അത് മതി. ആര് പറഞ്ഞു? യേശുക്രിസ്തു പറഞ്ഞു. അയ്യോടെ ഇല്ലെന്നാ പറയുന്നത്. ചിന്തിക്കാനാണ് ഞാൻ ഈ അല്പസമയം ഇങ്ങനെ തരുന്നത്. കർത്താവ് എന്ന് പറഞ്ഞു, നിങ്ങളുടെ ഓടിപ്പോക്കെന്ന് പറഞ്ഞല്ല, യെരുശലേമിന് നാശം വരാൻ പോകുന്നു അല്ലേ? കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ വണ്ണം ഇതെല്ലാം ഇടിച്ച് പൊളിച്ച് കളയുമ്പം നിങ്ങൾ ഓടിപ്പോക്കണം. പക്ഷെ പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥിക്കണം?
ആ ഓടിപ്പോക്ക് രണ്ട് കാലത്ത് പറയുന്നുണ്ട്, 2 സമയവിശേഷത. ശീതകാലത്തിലാകരുത്. അതെന്താ? തണുപ്പും മഴയും ഒക്കെ ഓടിപ്പോകാനായിട്ട് പ്രയാസമാണ്. അതുകൊണ്ട് ശീതകാലത്തിലാകല്ലേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കണം. പിന്നെ എന്തുകൂടെ പ്രാർത്ഥിക്കണം? അതെന്താണ്? എന്തോ കാരണമുണ്ട്. ഇത് ഒരു കാരണവുമില്ലാതെ ഇത് കർത്താവിൻ്റെ വായിൽ നിന്ന് വന്നിട്ടുള്ളതല്ലേ? ആണോ അല്ലയോ? കർത്താവിൻ്റെ വായിൽ നിന്ന് വന്നിട്ടുള്ള. ഇനി സാറ് പറഞ്ഞു അല്ലേ, അദ്ദേഹത്തിന് വഴിത്തിരിവിൻ്റെ ഒരു കാരണം ഞാൻ എത്ര 1 ലക്ഷം പറഞ്ഞു. അത് അല്പം കൂടി ഇന്ന് ഈ കാര്യങ്ങളുടെ നാണയത്തിൻ്റെ വിലയൊക്കെ അങ്ങോട്ട് കുറഞ്ഞതുകൊണ്ട് ഇച്ചിരി കൂട്ടിത്തരാം എന്ന് പറഞ്ഞറിയാമോ? 10 ലക്ഷം ആയിക്കോട്ടെ എന്ന് പറയുന്നു. 10 ലക്ഷം ആയിക്കോട്ടെ. പക്ഷെ ഒരു കാര്യം കാണിച്ചാൽ മതി, ശ്രദ്ധിച്ച് കേട്ടോണം. കർത്താവിൻ്റെ വായിൽ നിന്നും ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം എന്ന് പറയുന്ന ഒരു വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ, കേട്ടോണം, ശ്രദ്ധിച്ച് കേട്ടോണം, ഈ ഇതൊന്നും പറയല്ലേ, കിട്ടത്തില്ല. എന്നാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വായിൽ നിന്നും ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം എന്നൊരു വാക്ക് കർത്താവ് വായ കൊണ്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് ഈ വേദപുസ്തകത്തിൽ ഒരു രേഖ കാണിക്കാമെങ്കിൽ 10 ലക്ഷം പോയി തെളിഞ്ഞു. ഞാൻ പറയുന്നത് കൽപ്പന കൂടാതെ അനുസരണം അസാധ്യം അല്ലേ? കൽപ്പന കൂടാതെ അനുസരണം. ഇവിടെ അങ്ങോട്ട് പോകുമ്പം ലൈറ്റുണ്ട് അല്ലേ, ചുമന്ന ലൈറ്റ്, അതൊരു കൽപ്പനയാണ്, ഒരു നിയമമാണ് അല്ലേ? ചുവന്ന് കാണുമ്പം നിർത്തണം, ഈ മഞ്ഞ കാണുമ്പം സൂക്ഷിക്കണം. ഇത് ചുമപ്പാകുമ്പോഴോ നിർത്തണം അല്ലേ? ഇവിടുന്ന് ഉണ്ണിയുടെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പം ഇവിടെ ഒരു ലൈറ്റും ഇല്ല, ഒന്നുമില്ല അല്ലേ? നിയമമുണ്ടോ അവിടെ? ഇല്ല, ഒന്നുമില്ല. ഇല്ലാത്ത നിയമം നീ എങ്ങനെ അനുസരിക്കുന്ന? ഞാൻ എൻ്റെ തലമുടിയില്ലാത്ത ഞാനിരുന്ന് ചിന്തിക്കുകയാണ്, എന്താണ് ഇല്ലാത്ത നിയമം നീ എങ്ങനെയാണ് ഈ അനുസരിക്കുന്നത്? ഞാൻ വേഗത്തിൽ കടന്നു പോകണം അല്ലേ? അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായത്തിൻ്റെ 44-ാമത്തെ വാക്യം വായിക്കാം. ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ ചിന്തിച്ചോണം കേട്ടോ. സംശയം വല്ലതും ഉണ്ടെങ്കിൽ ചോദിച്ചോണം. സാറേ അവിടെ നിൽക്ക്, എനിക്കൊരു സംശയമുണ്ട്. അതായത് ക്ലാസ് പറഞ്ഞു. പിറ്റേ ശബത്തിൽ ഏകദേശം പട്ടണം മുഴുവനും ദൈവവചനം കേൾപ്പാൻ വന്നുകൂടി. അപ്പൊ അവർ കൂടി വന്ന ദിവസം ഏതാ? ശബത്തിലാണ്. അപ്പൊ ശ്രദ്ധിച്ചു കേട്ടോണേ, ചിന്തിച്ചോണം. പിറ്റേ ശബത്ത്. ഈ ശബത്ത് കഴിഞ്ഞിട്ടൊരു ഞായറാഴ്ച ഉണ്ടല്ലോ, അവിടെ എന്തോ ഉണ്ട്? ഒന്നും ഇല്ല. അന്ന് അവിടെ കൂടി വന്നില്ല, ഒന്നുമില്ല. അവർ പറയുന്നത് ചോദിക്കുന്നത് എന്താണ്? ആരൊക്കെ കൂടിയിരിക്കുന്ന? ജാതികളും യഹൂദന്മാരും കൂടെ കൂടിയിരിക്കുകയാണ്. അവർ പറയാണ്, പിറ്റേ ശബത്തിൽ ഈ വചനം ഞങ്ങളോട് അറിയിക്കാൻ പൗലോസേ നീ കടന്നു വരണമേ. എന്താ അടുത്ത ഞായറാഴ്ച ആകത്തെന്തോ? അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു എന്ന് ചോദിക്കും. പുതിയ നിയമത്തിൽ ശബ്ദം ഉണ്ടോ? ഉണ്ട്. അതിൻ്റെ അടുത്ത വാക്യം വായിച്ചോളൂ സാറേ. യഹൂദന്മാരോ പുരുഷാരത്തെ കണ്ട് അസൂയ നിറഞ്ഞവരായി ദുഷിച്ചുകൊണ്ട് പൗലോസ് സംസാരിക്കുന്നതിന് എതിർ പറഞ്ഞു. അപ്പൊ പൗലോസ് അവിടെ പോയത് ഈ യഹൂദന്മാരും അബദ്ധങ്ങൾ വിശ്വസിക്കരുത് കേട്ടോ. ഇങ്ങനെ ആളുകൾ പല കാര്യവും പറയും. ഇത് എവിടെ, ഏത് പുസ്തകം, ഏത് അധ്യായം, ഏത് വാക്യം ത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ള കാര്യം ഒരു നല്ല ചോദ്യമാണ് കേട്ടോ. ഏത് പുസ്തകം, ഏത് അധ്യായം, ഏത് വാക്യം ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു. ഒരു നല്ല കാര്യമാണ്, നമുക്ക് ചിന്തിച്ചു പോകേണ്ടതാണ്. ഓക്കെ, ഇനി അത് സാക്ഷ്യത്തിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു 8 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം
അതൊന്നും പള്ളിയിൽ പോയ കാര്യമല്ല, അല്ലേ? ഒന്നും അതല്ല. ഇനി നമുക്ക് സമയം ചുരുക്കമായതുകൊണ്ട് ഞാൻ നിങ്ങളോട് കൂടി അല്പകാര്യം ചിന്തിച്ച് കടന്നു പോകാം, അല്ലേ? ഇന്ന് ജനം ഞായറാഴ്ച പള്ളിയിൽ പോകുന്നതിൻ്റെ കാരണം എന്നാ? അപ്പോൾ ഞാൻ എൻ്റെ ഉപ്പാപ്പൻ്റെ മകൻ്റെ വീടിൻ്റെ മുറ്റത്ത് ആ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കുക. ഞാൻ അവിടെ ഇരിക്കുമ്പോൾ കുറേ ആളുകൾ തെക്കോട്ട് പോകുന്നു, കുറച്ച് ആളുകൾ വടക്കോട്ട് പോകുന്നു. ഞായറാഴ്ച രാവിലെയാണ്. നോക്കിയപ്പോൾ ഇവർ പള്ളിയിൽ പോവുക. അപ്പം ഞാൻ എൻ്റെ ഭാവനയിൽ വിചാരിച്ചു, ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിൽ ഒരാളെ വിളിച്ചു നിർത്തി, എൻ്റെ സഹോദര, ആഴ്ചവട്ടത്തിന് 7 ദിവസം ഉള്ളതിൽ നിങ്ങളെന്താ ഞായറാഴ്ച പള്ളിയിൽ പോകുന്നത് എന്ന് ചോദിച്ചാൽ എന്തോ പറയും? കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവാം. നിങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കാൻ പോവുക. ആദ്യമായിട്ട് നമ്മൾ വിശ്വസിക്കേണ്ട ഒരു കാര്യം എന്നാണെന്നറിയാമോ? ആരാധന ഈ ലോകത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യം അല്ല എന്ന് മനസ്സിലായി. ദൈവം അഖിലാണ്ടത്തെ സൃഷ്ടിച്ച ദൈവമായതുകൊണ്ട് അഖിലാണ്ടം ദൈവത്തെ ആരാധിക്കാം. ഒരു കാര്യം, സ്വർഗത്തിലെ ദൂതന്മാർ ദൈവത്തെ ആരാധിക്കുന്നു, ഉണ്ട്. ഈ ദൈവത്തെ ആരാധിക്കുന്നതിൻ്റെ കാരണം എന്നാണ്? സൃഷ്ടാവായതുകൊണ്ടാണ്, അല്ലേ? അറിയപ്പെടാത്ത കാലം മുതൽ മാലാഖമാർ ദൈവത്തെ ആരാധിക്കുന്നു. എന്തുകൊണ്ടാണ്? സൃഷ്ടിച്ചതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, കർത്താവായ യേശു ക്രിസ്തുവിടെ ഭൂമിയിൽ വരുന്നതിനും ഒക്കെ മുമ്പേ അല്ലേ മാലാഖമാർ ദൈവത്തെ ആരാധിച്ചു. കർത്താവ് ഉയർത്തെഴുന്നേറ്റുകൊണ്ടാണോ? അല്ല. അതിൻ്റെ അർത്ഥം എന്തുവാ? ഉയർപ്പും ആരാധനയുമായിട്ട് ഒരു ബന്ധവും എന്ന് മനസ്സിലായി അല്ലേ? ഉയർപ്പും ആരാധനയുമായിട്ട് യാതൊരു ബന്ധവും ഈ സത്യവേദപുസ്തകം സ്ഥാപിക്കുന്നില്ല. ദൂതന്മാര് ദൈവത്തെ ആരാധിക്കും. അതെ. ഇനി ചിന്തിച്ചോണം, ഉൽപ്പത്തി മുതൽ 4000 വർഷങ്ങൾ യേശു വരുന്നരം വരെ ജനം ദൈവത്തെ ആരാധിച്ചു. ആണോ സാറേ? ഉൽപ്പത്തി മുതൽ കർത്താവായ യേശു ക്രിസ്തു വരുന്നതും വരെ പാപത്തിൽ ജീവിക്കുന്ന ഈ ലോകം ദൈവത്തെ ആരാധിച്ചു. കർത്താവ് ഉയർത്തുകൊണ്ടാണോ? പറ. അല്ല. അപ്പോൾ നമ്മളിത് മനസ്സിലാക്കി, ഉയർപ്പും ആരാധനയുമായിട്ട് യാതൊരു ബന്ധവും ഉയർത്തെഴുന്നേറ്റുകൊണ്ട് ആ പള്ളിയിൽ പോകുന്ന നിലയിൽ അത് യുക്തിയല്ല എന്ന് ഞാൻ പറഞ്ഞതിന് ചുരുക്കം, അല്ലേ? ഇനി ഒരു കാര്യം കൂടെ, ഈ ഭൂമി പാപരഹിതമായി ഇരുന്നു എന്ന് വിചാരിക്കുക. ആരും പാപം ചെയ്തിട്ടില്ല, മനസ്സിലായോ? ആദാമുമായി പാപം ചെയ്തിട്ടില്ല. പിന്നെ ഇങ്ങോട്ടുള്ള പരമ്പരയിൽ ഞാനിങ്ങനെ മനസ്സിലാക്കുന്നത്, ഇവരൊക്കെ പള്ളിക്കൂടത്തിൽ പോയി പഠിച്ചവരാ, ഞാൻ വീട്ടിൽ നിന്ന് പഠിച്ചതേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിക്കുകയാണ്, പാപം ഇല്ലായിരുന്നെങ്കിലും ഞാൻ ജനിക്കുമായിരുന്നു. കാര്യം ദൈവത്തിൻ്റെ നിത്യപദ്ധതിയിലുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. പറയാണ്, ദാവീദിന്റെ കടിപ്രദേശത്ത് നീ ഉണ്ടായിരുന്നു, ആദാമിന്റെ കടിപ്രദേശത്ത് ഞാൻ ഉണ്ടായിരുന്നു. പാപം ചെയ്തുകൊണ്ടല്ല ഞാൻ ജനിച്ചത്. ഇല്ലായിരുന്നെങ്കിലും ഞാൻ ദൈവ പദ്ധതിയാണ് ഞാൻ ഈ ഭൂമിയിൽ വരണമെന്നുള്ളത്. എന്തൊരു ദൈവം! ദൈവത്തിന്റെ മഹാസ്നേഹത്തിന്റെ ഉൽപ്പന്നമാണ് ഞാൻ. അപ്പം ഈ ഭൂമി പാപം ചെയ്തില്ലായിരുന്നെങ്കിൽ ആരാധന ഉണ്ടാകുമായിരുന്നോ? പറ. ഈ ലോകം പാപത്തിൽ വീണില്ലായിരുന്നിരിക്കട്ടെ,
എന്നാലും മനുഷ്യരുടെ ദൈവത്തെ. അപ്പോൾ എന്നാണെന്നറിയോ, രക്ഷാപദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമേ അല്ല ആരാധന. സാറെന്ന് പറയും, ഞാൻ നിങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കുകയാണ്. ഞാൻ പെതുക്കെ പറയണേ, എൻ്റെ തൊണ്ട അല്പം മോശമായിട്ട് കിട്ടിയാൽ കുഴപ്പമില്ല അല്ലേ. ഇനി ചിന്തിച്ചോണം കേട്ടോ. അല്പകാര്യമേ ചിന്തിച്ചുള്ളവരും ആ ചിന്തിച്ച് മനസ്സിലാക്കി ഇന്നൊന്ന് കടന്നു പോകണമെന്ന് ഞാൻ ദൈവനാമത്തിൽ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചു അല്ലേ. ശിശുവായിരുന്നപ്പോൾ തന്നെ ആ ശിശുവായിരുന്ന കർത്താവിനെ ജനം അല്ലെങ്കിൽ വിദ്വാൻമാരെന്ത് ചെയ്തു? വന്ദിച്ചു, നമസ്കരിച്ചു. ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ എന്തോ എഴുതിയിരിക്കുന്നേ? അയ്യോടെ, ഈ കർത്താവ് മരിക്കുന്നതിന് മുൻപേയും ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുൻപേയും ആരെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിനെ ആരാധിച്ചുവെങ്കിൽ ആരാധനയുമായിട്ട് യാതൊരു ബന്ധവും എന്ന് പറയുന്നു. ഇതിന് പ്രത്യേക തുട്ടുപോലും തരണം. എന്ന് പറയുന്നു. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പം അല്ലെന്നിരിൽ ഇവന് വേറെ സംഭവങ്ങളുണ്ടല്ലോ അല്ലേ. കാറ്റിനെയും കടലിനെയും ശാസിച്ചു. ശിഷ്യന്മാർ പറയാണ്, വാട്ട് കൈൻഡ് ഓഫ് മാൻ ഈസ് ദിസ്? നമസ്കരിച്ചു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്നതിന് മുൻപേ ആ കർത്താവിനെ ആരെങ്കിലും വർഷിപ്പ് ചെയ്തുവെങ്കിൽ, ആരാധിച്ചുവെങ്കിൽ ഉയർപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമല്ല ആരാധന. എന്തു പറയുന്നു? ഞാൻ ഇവിടെ വെച്ചേക്കാം സാറേ അല്ലേ. എന്ന് മനസ്സിലായി? ഉയർപ്പ്, ഞായറാഴ്ച, ആരാധന പൊളിഞ്ഞോ ഇല്ലയോ? ഈ ലോകത്തിൽ ഒരൊറ്റ മനുഷ്യനും ഇതിന് വിരോധമായിട്ട് ഒരു വാക്ക് നിങ്ങളോട് ഈ വേദപുസ്തകത്തിൽ പറയാൻ സാധ്യമല്ല. ആകപ്പാടെ പൊളിഞ്ഞു പോയോ? ഇനി നോക്കാം. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അല്ലേ. വളരെ വ്യക്തമാണത്. നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഇത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്ന് ബൈബിൾ സ്റ്റഡി തരണമെന്നില്ല. അതാ ഞാനും ആഴ്ചയുടെ എല്ലാ ദിവസവും ചെയ്യുന്നത്. ഞങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ഒരു പ്രയാസമില്ല അല്ലേ. ഇനിയും ഈ ഞായറാഴ്ച ഒത്തിരി കാര്യങ്ങളുണ്ട്, പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കി പറയാം കേട്ടോ. ഈ ഞായറാഴ്ചയാണെന്നുള്ളത് സ്ഥാപിക്കാൻ തക്കവണ്ണം എടുക്കുന്ന വേദഭാഗങ്ങളുടെ ഏതെങ്കിലും ചിലതും കൂടെ എടുത്ത് വെച്ചിട്ട് നമുക്ക് നിർത്താം അല്ലേ. അപ്പോസ്തല പ്രവൃത്തികൾ 20:7 വായിക്കണം. അപ്പോസ്തല പ്രവൃത്തികൾ 7:20. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസത്തിൽ ഞങ്ങൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ പൗലോസ് പിറ്റേന്നാൾ പുറപ്പെടുവാൻ ഭാവിച്ചതുകൊണ്ട് അവരോട് സംഭാഷിച്ച് പാതിര വരെയും പ്രസംഗം നീട്ടി. അവിടെ നിൽക്കണം. അപ്പൊ ഇത് എടുത്തേക്ക് എന്ത് പറയുന്നു? ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം അപ്പം നുറുക്കാൻ കൂടി വന്നു. അപ്പോൾ അപ്പം നുറുക്കാൻ കൂടി വന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എന്നാണ്? ആരാധന എന്നാണ് അല്ലേ. എൻ്റെ വൈഫ് എൻ്റെ അവിടെ ഒരു സംസാരമുണ്ട്. എന്നാണെന്നറിയാമോ, അവരുടെ അവിടെ നമ്മുടെ ചീര പോലെ ഗോങ്കൂറ എന്ന് പറയുന്നൊരു ചെടിയുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇത് നമ്മൾ സംബന്ധി ഉണ്ടാക്കുന്ന പോലെ ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ കഴിച്ച് നന്നായിരുന്നു പിക്കിളുണ്ടാക്കുന്നത് അല്ലേ. അപ്പോൾ പറയുന്നത് ഇതിനകത്ത് ഒത്തിരി ഇരുമ്പിൻ്റെ അംശമുണ്ട്. ഗോങ്കൂറ എന്ന് പറയുന്ന ഇതിനകത്ത് ഒത്തിരി ഇരുമ്പ് അംശമുണ്ട്. എന്നാൽ ഇതിനകത്ത് ഇരുമ്പുള്ളത് കൊണ്ട് ഗോങ്കൂറ കൊണ്ട് പിച്ചാത്തി ഉണ്ടാക്കാമോ? മനസ്സിലായോ?
ഞാൻ എന്താ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യം നിങ്ങൾക്ക് പിടികിട്ടിയല്ലോ. അതിനകത്ത് ഇരിപ്പോടും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അത് നടക്കത്തില്ല അല്ലേ? അത് അപ്പോൾ അപ്പം നുറുക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? വേദപുസ്തകത്തിൽ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തിയിൽ 27-ാമത്തെ അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യം മുതൽ അല്പം വാക്യം മുന്നോട്ട് വായിക്കണം. വായിച്ചോളൂ, പെട്ടെന്ന് വായിക്കണം. നേരം വെളുക്കാറായപ്പോൾ പൗലോസ് എല്ലാവരോടും ഭക്ഷണം കഴിക്കേണ്ടതിന് അപേക്ഷിച്ചു. സൂക്ഷിച്ചോണം. എന്തോ കഴിക്കണം? ഭക്ഷണം. തിരുവത്താഴം കഴിക്കണമെന്നല്ല, ഭക്ഷണം കഴിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എന്നിട്ട് താഴോട്ട് വായിച്ചോളൂ സാർ. നിങ്ങൾ ഒന്നും ഭക്ഷിക്കാതെ കാത്തുകൊണ്ട് പട്ടിണി കിടക്കുന്നത് ഇന്ന് 14-ാം ദിവസമാകുന്നുവല്ലോ. കപ്പലില്ല. അതുകൊണ്ട് ആഹാരം കഴിക്കണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. വീണ്ടും ഭക്ഷണം കഴിക്കണം, ആഹാരം കഴിക്കണം. അത് നിങ്ങളുടെ രക്ഷയ്ക്കുള്ളതല്ലോ. നിങ്ങളിൽ ഓരോരുത്തന്റെയും തലയിലെ ഒരു രോമം പോലും നഷ്ടമാകുകയില്ല നിശ്ചയം എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പം എടുത്ത് എല്ലാവരും കാണുകെ ദൈവത്തെ വാഴ്ത്തിയിട്ട് നുറുക്കി തിന്നു തുടങ്ങി. അപ്പം നുറുക്കി എല്ലാവരും അപ്പോൾ ധൈര്യപ്പെട്ട് ഭക്ഷണം കഴിച്ചു. അപ്പം നുറുക്കി അല്ലേ? തിരുത്തോഴൊന്നും കർത്തൃമേശയാണ്. അപ്പോൾ അപ്പം നുറുക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ ഭക്ഷണം കഴിക്കുന്നതിനും അപ്പം നുറുക്കുക എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഇനിയും വാക്യങ്ങളുണ്ട്, അത് നമ്മളിപ്പം എടുക്കുന്നില്ല. ഓക്കെ, ഇനിയും അതിൻ്റെ തന്നെ താഴോട്ട് പോകുമ്പോൾ അപ്പോസ്തല പ്രവൃത്തിയിൽ 20-ന്റെ അപ്പോസ്തല പ്രവൃത്തിയിൽ 20-ന്റെ 7 വായിച്ച്, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം ഞങ്ങൾ അപ്പം നുറുക്കാൻ കൂടി വന്നുകൊണ്ട് ആ ഭാഗം ഒന്നുകൂടെ വായിച്ചേ പ്ലീസ്. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസത്തിൽ ഞങ്ങൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ പൗലോസ് പിറ്റേന്നാൾ പുറപ്പെടുവാൻ ഭാവിച്ചതുകൊണ്ട്. അപ്പം എന്താണ് പിറ്റേന്നാൾ പുറപ്പെടുവാൻ? അപ്പം എന്തുവാ കൂടി വരും? എപ്പോഴായിരുന്നു അവിടെ പറയുന്നുണ്ട് താഴോട്ട് വായിക്കുമ്പം, ഞങ്ങൾ കൂടിയിരുന്ന മാളികയിൽ വളരെ അതിന് വിളക്കിൻ്റെ കാര്യം പറയേണ്ടായിരുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, പ്രൈസ് ദി ലോർഡ്, അത് വളരെ ഭംഗിയായിട്ട് അവിടെ എഴുതിയിരിക്കുക. എന്നാന്നറിയാം, രാത്രിയിലായിരുന്നു. എന്നാൽ നിങ്ങൾ ആരാധന നോക്കുമ്പോൾ ഇത് ഏർലിയിലും, ഞാൻ അതിൻ്റെ പുറകെ പോയി ഒത്തിരി ഈ വാക്യങ്ങൾ ഇങ്ങനെ വായിച്ചു. ഏർലി ഇൻ ദ മോർണിംഗ് ആരാധന എപ്പോഴും ഏർലി ഇൻ ദ മോർണിംഗ്, ഇപ്പോഴും ഇൻ ദ മോർണിംഗ്. ഇവിടെ അങ്ങോട്ട് വെക്കുന്നില്ല അല്ലേ? അപ്പം കർത്താവായ യേശു ക്രിസ്തുവും തിരുവത്താഴ ശുശ്രൂഷ എന്താണ് അപ്പം നോക്കി മറ്റുള്ളവർക്ക് കൊടുത്തു അല്ലേ? ഇനി അതിൻ്റെ താഴോട്ട് വരുമ്പോൾ 11-ാമത്തെ വാക്യം വായിക്കണം സാറേ, അതിൻ്റെ തന്നെ. പിന്നെ അവൻ കയറി ചെന്ന് ഒരു മിനിറ്റ് അവിടെ യൂത്തിക്കോസ് എന്ന് പറയുന്ന ഒരു യൗവനക്കാരൻ എന്നാണ് കിളിവാതിക്കലിരുന്ന് ഉറങ്ങി 3-ാം തട്ടിലാന്താന്ന് തോന്നുന്നു. 3-ാം തട്ടിൽ നിന്ന് ഇറങ്ങി താഴോട്ട് വരും. പൗലോസ് അവൻ്റെ മുകളിൽ കിടന്നു. എന്നിട്ട് പറയാണ്, നിങ്ങൾ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല, അവൻ്റെ ജീവനിൽ അവനെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് 7-ാമത്തെ വാക്യം വായിക്കണം. അല്ലല്ല, എത്ര? 11-ാമത്തെ വാക്യം. പിന്നെ അവൻ കയറി ചെന്ന് അപ്പം നുറുക്കി തിന്നു. ആർക്കെങ്കിലും കൊടുത്തോ? പൗലോസ് കയറി ചെന്ന് അപ്പം നുറുക്കി. ഒരു ശുശ്രൂഷകൻ തിരുവത്താഴ ശുശ്രൂഷ കഴിക്കുമ്പോൾ അപ്പം നുറുക്കി കൊടുക്കുക. ഇവിടെ അപ്പം നുറുക്കി തിരുവത്താഴമാണ്. ഇനി ചുരുക്കി പറഞ്ഞാൽ അതിൻ്റെ അവസാനത്തോട് പോയിട്ട് 36, 37, 38 വാക്യം കൊണ്ട് വായിക്കണം. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ മുട്ടുകുത്തി അവരെല്ലാവരോടും കൂടെ പ്രാർത്ഥിച്ചു. ആരാ? പൗലോസും അവിടെ കൂടി വന്നവരും. അന്നത്തെ തന്നെ സംഭവം എന്നാണ്. കൂടി വന്നവരെല്ലാം കൂടെ വായിക്കുന്നു സാറേ. അവരെല്ലാവരും കൂടെ പ്രാർത്ഥിച്ചു. എല്ലാവരും വളരെ കരഞ്ഞു. ഇനിമേൽ അവന്റെ മുഖം കാണുകയില്ല എന്ന് പറഞ്ഞ വാക്കിനാൽ അവർ ഏറ്റവും ദുഃഖിച്ചു. പൗലോസിന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ച് കപ്പലോളം അവനോടുകൂടെ വന്ന് അവനെ യാത്ര അയച്ചു. അപ്പൊ എന്താ ചെയ്യാം? 38-ാമത്തെ വാക്യവും 7-ാമത്തെ വാക്യം കൂടെ നമ്മൾ കണക്ട് ചെയ്യാം. ലൈറ്റ് കത്തുമ്പോൾ എന്നാണ് പറയുന്നത്? ഞങ്ങൾ പൗലോസ് പിറ്റേന്നാൾ പുറപ്പെടുവാൻ ഭാവിച്ചതുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്താണ്?
യാത്ര അയച്ചു എന്ന് പറയുന്നു. അപ്പൊ യാത്ര അയക്കാൻ കൂടി വന്നു, യാത്ര അയക്കുകയും ചെയ്യുന്നു എന്ന് അതേ അധ്യായം തന്നെ പറയുന്ന രീതി വേറെ വ്യാഖ്യാനം ഇല്ല. ഇതൊരു തടവല്ല. സാറ് പറഞ്ഞല്ലോ അന്ന് നമ്മൾ ചിന്തിച്ച് പോകുന്നത്, വീഞ്ഞുണ്ടോ ഇവിടെ? വീഞ്ഞില്ല. വീഞ്ഞില്ലാത്ത തിരുവത്താഴം തിരുവത്താഴോ? അല്ലീസ് പൗലോസ് പ്രാർത്ഥിച്ചോ? പ്രാർത്ഥന കാണുന്നുണ്ടോ ഇവിടെ? നിങ്ങൾ പോയി പ്രാർത്ഥനയുമില്ല, ഒന്നും. പിന്നെ ഇതിനെ തിരുവത്താഴമെന്ന് വ്യാഖ്യാനിക്കുന്നെങ്കിൽ ഞാൻ ബാക്കി പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ പറഞ്ഞു പോയാൽ ചിലപ്പം എന്തെങ്കിലും വായിൽ നിന്ന് വന്നു പോയെങ്കിലോ എന്ന് ഞാൻ ഭയപ്പെടുന്നു, അല്ലേ? അപ്പം ഈ ശബദിനെ നീക്കിക്കളയാൻ തക്കവണ്ണം ആളുകൾ കൊണ്ടുവരുന്നതാണ്, അല്ലേ? ഉയർപ്പ്, ഞായറാഴ്ച ആരാധന, അതങ്ങ് പൊളിഞ്ഞുപോയി. അപ്പോസ്തല പ്രവൃത്തികളുടെ 20-ാമത്തെ അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യവും അങ്ങ് പൊളിഞ്ഞുപോയി. ഇനി എന്താ വേണം? ഇനിയും നോക്കട്ടെ 15 മിനിറ്റോടുള്ളൂ. ഈ പറയുന്ന കൂട്ടത്തിൽ മറ്റൊരു കാര്യമാണ്, അത് യഹൂദന് കൊടുത്തതായിരുന്നു. അത് യഹൂദന് കൊടുത്തതായിരുന്നു. അത് നമുക്ക് നോക്കാം, അല്ലേ? അത് നോക്കാം. നിങ്ങൾ റോമർക്ക് എഴുതിയ ലേഖനം 9-ാമത്തെ അധ്യായത്തിന് 4-ാമത്തെ വാക്യം വായിക്കണം. അവർ ഇസ്രായേലിയർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും അവിടെ പെതുക്കെ പോട്ടെ, ഓരോന്നായിട്ട് വ്യത്യാസം. അവർ ഇസ്രായേലിയർ, പുത്രത്വം ആർക്കുള്ളത്? ഇസ്രായേലിനുള്ളത്. പിന്നെ തേജസ് അവർക്ക്. തേജസ് എന്ന് പറഞ്ഞ അർത്ഥം അറിയാം. ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് എവിടെ ഇതുപോലെ ക്ലാസ് ചെയ്ത് കൂടുതൽ ഞാൻ പറഞ്ഞു, തേജസ് എന്ന് പറഞ്ഞാൽ എന്നാ? ദൈവ തേജസ് കണ്ട ഒരൊറ്റ വർഗം ജനമേ ഈ ഭൂമിയുടെ മുഖത്തുള്ളൂ. ആരാ? ഇസ്രായേൽ. എപ്പോൾ കണ്ടു? ദൈവം സീനായി മലയിൽ ഇറങ്ങി വന്നപ്പോൾ മലയങ്ങ് തീ കൊണ്ട് ആളിക്കത്തി. പിന്നെ സമാഗമന കൂടാരത്തിൻ്റെ അവിടെ എന്താണ്? ദൈവ തേജസ് അങ്ങോട്ട് ഇറങ്ങി വന്നു. അങ്ങനെ ആ ഒരു ജനമാണ്. അതുകൊണ്ടാണ് കുറച്ച് പറയുന്നത് തേജസ് അവർക്കുള്ളത്. പിന്നെന്തോ അവർക്കുള്ളത്? നിയമങ്ങൾ ആർക്ക് കൊടുത്തു? ജാതികൾക്ക് എന്തോ നിയമം തന്നു ദൈവം? പറ, ജാതികൾക്ക് നിയമം വല്ലതും തന്നോ ദൈവം? ഇല്ല. 10 കൽപ്പന ആർക്ക് കൊടുത്തു? നമുക്ക് വേണ്ട. ഇസ്രായേലിന് കൊടുത്തത് നമുക്ക് തിന്നു, നമുക്ക് വേണ്ട. സാർ ബാക്കി വായിച്ചോളൂ. നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും. അവിടെ നിൽക്കട്ടെ. ആരാധന ആർക്കുള്ളതാ? നമുക്കോ? ജാതികൾക്കോ? എവിടുന്ന് കിട്ടിയത് ആരാധന? നമുക്ക് എവിടുന്ന് കിട്ടി? കുഴഞ്ഞോ? അല്ലേ? ആരാധനയും വാഗ്ദത്തങ്ങളും പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ. പിതാക്കന്മാർ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, ഗോത്ര പിതാക്കന്മാർ. ആർക്കുള്ള? അവർക്കുള്ള. ബാക്കിയുള്ള വായിച്ചു കൊടുത്താൽ ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. ക്രിസ്തു ആർക്കുള്ളതാ? അപ്പം ഞാൻ പറയുന്നേ, അവർക്ക് കൊടുത്തത് നമുക്ക് വേണ്ട. അതാണല്ലോ ഈ ആർഗ്യുമെൻ്റ്, അതാണല്ലോ, അല്ലേ? ശബദ് വേണ്ട. എന്താ? അത് യഹൂദന്മാർക്ക് കൊടുത്തത് നമുക്ക് വേണ്ട, അത് മാറ്റിയേറെ. ഞാൻ പറയുന്നത് ഇതും കൂടെ അങ്ങ് മാറ്റ. നമ്മൾ ഈ വായിച്ച പെട്ടിയും കൂടെ അങ്ങ് മാറ്റ. നിനക്കെന്തുകൊണ്ട് പിന്നെ ബാക്കി? ബാക്കി എന്തുകൊണ്ട്? ഒന്നുമില്ലെന്ന്, ശൂന്യം. അതുകൊണ്ട് ഇങ്ങനെ ഒരിക്കലും ഇനിയും പറയണം, അത് യഹൂദന് കൊടുത്തായിരുന്നെന്നും മറ്റേത് യവനന് കൊടുത്തായിരുന്നു. ദൈവം ഒരൊറ്റ ജാതിയോടും ഒരു നിയമവും ചെയ്തതായിട്ട് ഈ വേദപുസ്തകത്തിനകത്ത് ഒരു രേഖയും ഇല്ല. ഇനിയും നമുക്ക് മനസ്സിലാക്കാൻ തക്കണം ഒരു വാക്യം കൂടെ വായിക്കാൻ വേണമെന്നില്ല. റോമർക്ക് എഴുതിയ ലേഖനം 17-ാമത്തെ വാക്യം വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 11-ന്റെ കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലിവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്ത്. അവിടെ നിൽക്കട്ടെ സാറേ, ചിന്തിക്കാം, അല്ലേ?
ഈ കാട്ടൊലിവിനുള്ള കുഴപ്പമെന്നാ? അത് കയ്പാ കായ്ക്കുന്നത്, ഇത് തിന്നാൻ കൊള്ളത്തില്ല, അതാ കാട്ടൊലിവ് അല്ലേ? അപ്പോൾ ഈ കാട്ടൊലിവ് നല്ല ഫലം കായ്ക്കണമെങ്കിൽ എന്തോ ചെയ്യണം? ഈ കാട്ടൊലിവിനെ നല്ലതിനോട് ഒട്ടിച്ചേർക്കണം. അതാ ദൈവം ചെയ്തത് അല്ലേ? എന്നിട്ട് പറയുന്ന സാറേ കൊണ്ട് വായിച്ചു ചിലപ്പോൾ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്ത് ഒലിവ് മരത്തിന്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയായി തീർന്നു എങ്കിലോ. അതിൻ്റെ അർത്ഥം എന്തോ? വായിച്ചാൽ മാത്രം പോരല്ല, ചിന്തിക്കണ്ടായോ എന്ന് പറഞ്ഞാൽ എന്നെയും നിന്നെയും ജാതികളായിരിക്കുന്ന നമ്മളെ ഇസ്രായേലിനോട്, അതിൻ്റെ അർത്ഥം എന്തുവാ? അവർക്ക് കൊടുത്തിരുന്ന എല്ലാത്തിനോടും രക്ഷാപദ്ധതിയോടും ആരാധനയോടും നിങ്ങളെന്തോ ഇല്ല നമ്മളെ ഒട്ടിച്ചു ചേർത്തു. അപ്പം നമ്മളെ വഹിക്കുന്ന ആരാ? നീ കൊമ്പ്, വേരിനെയല്ല, വേരത്രേ നിന്നെ വഹിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുത്തിരുന്ന എല്ലാ കാര്യത്തോടും നിന്നെ ഒട്ടിച്ച് ചേർത്തെങ്കിൽ നമ്മുടെ ഈ നല്ല ഒലിവിൻ്റെ പുറത്തോട്ട് അയ്യോ അത് യഹൂദന് കൊടുത്താൽ എനിക്ക് വേണ്ട. എവിടെ ഇരുന്നോണ്ടായി പറയുന്നത്? ഒട്ടിച്ചെടുത്തിരുന്നോണ്ടാ. അയ്യടാ നന്നായിരിക്കുന്നു ഇത്. മനസ്സിലായി സാറേ? പിന്നെ ഇത് മനസ്സിലാക്കാൻ സ്കൂളിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അല്ലേ? ഒരു കാര്യം കൂടെ വായിക്കാം. മത്തായിയുടെ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിൻ്റെ 43-ാമത്തെ വാക്യം വായിക്കാം. എന്നിട്ട് ചിന്തിക്കാം കേട്ടോ. അല്പസമയം കൂടെ ഉള്ളൂ, ഞാൻ പറയാനുള്ളത് മിക്കവാറും അങ്ങ് പറഞ്ഞത്. അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്നും എടുത്ത് അതിന്റെ ഫലം കൊടുക്കുന്ന ജാതികൾക്ക് കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ശ്രദ്ധിച്ചു കേട്ടോണം. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിൽ കടക്കാൻ ആവശ്യമായിരിക്കുന്ന നോ ഹൗ, എങ്ങനെ ഈ ദൈവരാജ്യത്തിൽ കടക്കാൻ തക്കണം സാധിക്കും എന്നുള്ളതിൻ്റെ ജ്ഞാനം, വിവേകം ആരുടെ കൈ കൊടുത്തിരുന്നു? യഹൂദൻ്റെ കൈ കൊടുത്തിരുന്നു. അവൻ അവിശ്വസ്തനായിരുന്നുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? അതെടുത്ത് ഏതെടുത്ത് ജാതി കൊടുത്തു? അപ്പം നമ്മുടെ കേട്ടിരിക്കുന്ന എന്തുവാ? യഹൂദന് കൊടുത്തിരുന്ന ആണോ അല്ലയോ? സത്യം പറ, സത്യം പറ. ഞങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴല്ലോ ഒരു തിരുവനന്തപുരത്ത് നിന്നൊരു കുട്ടിയുണ്ടായിരുന്നു. സാറ് എന്തോ ചോദിച്ചാലും തെറ്റാ പറയുന്നത്, ഉത്തരം തെറ്റാ. അവസാനം സാറങ്ങ് മടി കെട്ടു. എന്നിട്ട് ഒരു ദിവസം പറയും, നീ അബദ്ധത്തിനെങ്കിലും ഒരു ശരി പറ, നീ അബദ്ധത്തിനെങ്കിലും ഒരു ശരി പറ എന്ന് പറഞ്ഞ പോലെ എന്തോ പറഞ്ഞാലും ശരി, ഇപ്പോൾ ഒന്ന് ചിന്തിച്ച് പറ. എന്ത് പറയുന്നു? ഞാൻ ഈ വേദപുസ്തകം വായിക്കുമ്പോണ്ടല്ലോ, വായിച്ച് ഞാൻ ഇവിടെ വായിച്ചു പോകുകയല്ല. ഞാൻ സാറിനോട് പറഞ്ഞ തന്നെ നിർത്താം. ഓരോന്നോരോന്ന് വായിച്ച് അത് ഗ്രഹിച്ച് ഇതിൻ്റെ അർത്ഥം എന്തുവാണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാം. എന്തിനായി വായിക്കുന്നത്? കർത്താവ് പറയുന്നത് എന്താണ്? അതുകൊണ്ട് ദൈവരാജ്യം നിന്റെ പക്കൽ ഞാൻ ഏൽപ്പിച്ചിരുന്നു. അബ്രഹാമേ, ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. നിന്നിൽ കൂടി ഭൂമിയിലെ സകല വംശങ്ങളും ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞിട്ട് അബ്രഹാമിനെ തിരഞ്ഞെടുത്ത് ഒരു ജാതിയെയും അവരിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് അവരുടെ പക്കൽ ഏൽപ്പിച്ചു? രക്ഷാപദ്ധതി ഏൽപ്പിച്ചു. അവിശ്വസ്തരായിരുന്നതുകൊണ്ട് ഈ തോട്ടം ഇങ്ങെടുത്തു. എന്നിട്ട് അതിൻ്റെ ഫലം തരുന്ന ജാതിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ജാതി ഇരുന്ന് പറയാം, ദൈവത്തിന് കൊടുത്ത് എനിക്ക് ഇത് ബുദ്ധിയോ ബുദ്ധി മോശമോ എന്ന് പറയുന്നു. ഇത് ബുദ്ധിയോ ബുദ്ധി മോശമോ അല്ലേ? അത് അങ്ങനെ. ഇനി ഒരു കാര്യം കൂടെ പറയാൻ സമയമില്ല. ഒരു കാര്യം കൂടെ പറയാം അല്ലേ? അപ്പം ഈ ശബദിനെതിരായിട്ട് വരുന്ന ചില കാര്യങ്ങളൊക്കെയാണ്. മറ്റൊരു കാര്യം പറയാനുണ്ട്, അത് ഞാൻ ചുരുക്കത്തിൽ പറയാം കേട്ടോ. നിങ്ങൾ പോകുന്നതിന് മുമ്പേ അതും പറയാം. അതേ പഴയ നിയമത്തിലായിരുന്നു. ഇന്ന് ഞാൻ കേട്ട കാര്യം, ഈ ഉപദേഷ്ടാവ് ഇരുന്ന് സംസാരിക്കുമ്പം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഇരുന്ന് കേൾക്കുകയും വിശ്വസിക്കുകയുമാണ് അല്ലേ? അത് പഴയ നിയമത്തിലായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ പറയാൻ എന്നാണെന്നറിയാം, പഴയ നിയമം കുറവുള്ളതായിരുന്നു. അങ്ങനെ പറയുന്നത്. എബ്രായർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം വായിക്കാം.
എബ്രായർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. ഒന്നാമത്തെ നിയമം കുറവില്ലാത്തതായിരുന്നു എങ്കിൽ, ഒന്നാമത്തെ നിയമം എന്ന് പറഞ്ഞാൽ പഴയ നിയമം അല്ലേ? അതിന് പഴയ നിയമം എന്ന് ഒരു വാക്കുണ്ട്, ഒന്നാമത്തെ നിയമമെന്നും മറ്റൊരു വാക്കുമുണ്ട്. അപ്പം പറയുന്നു ഒന്നാമത്തെ നിയമം കുറവില്ലാത്തതായിരുന്നു എങ്കിൽ രണ്ടാമത്തേനിടം അന്വേഷിക്കില്ല. എൻ്റെ അർത്ഥം എന്നാ? ഒന്നാമത്തെ നിയമത്തിന് കുറവുണ്ടോ? ഞാൻ ചോദിക്കുന്നത് ഇത് വായിച്ചിട്ടൊന്ന് ചിന്തിക്കാതെ എന്താണ്? ഒന്നാമത്തെ നിയമത്തിന് കുറവുണ്ടായിരുന്നെങ്കിൽ നിയമത്തിൻ്റെ കുറവാണോ നിയമം കൊടുത്ത ദൈവത്തിൻ്റെ കുറവാണോ? നിയമത്തിന് കുറവുണ്ടെന്നില്ല, നിയമകർത്താവിൻ്റെ കുറവല്ലേ? നിയമം എന്ത് ചെയ്തു? നിയമമൊന്നും ചെയ്തില്ല. നിയമകർത്താവിൻ്റെ കുഴപ്പമൊന്നും വരും. അപ്പം നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്ന ഒന്നാമത്തെ നിയമം കുറവുണ്ടായിരുന്നു, അപ്പോൾ ദൈവം എന്തോ കുറവുള്ള നിയമം കൊടുത്തു മനുഷ്യന്. അപ്പം വിചാരിച്ചു, അയ്യോ ഇത് കുറവുള്ളതാണല്ലോ, അതുകൊണ്ട് ഞാൻ പുതിയ ഒരെണ്ണം കൊടുത്തേക്കാം. അതോ അല്ല. അപ്പോൾ 8-ാമത്തെ വാക്യം കൂടെ വായിക്കാം. അതിൻ്റെ 8-ാമത്തെ വാക്യം കൂടെ വായിച്ചോളൂ. എന്നാൽ അവൻ അവരെ ആക്ഷേപിച്ചുകൊണ്ട് അതിൻ്റെ അർത്ഥം എന്നാ? എടാ, നിയമത്തിന് കുറവുണ്ടെങ്കിൽ അവരെ ആക്ഷേപിക്കുന്നതിന്, ആരെ ആക്ഷേപിച്ചുകൊണ്ട്? നിയമം ഏറ്റുവാങ്ങിയവരെ ആക്ഷേപിച്ചുകൊണ്ട് എന്നാ പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ നിയമത്തിന് കുറവുണ്ടായിരുന്ന നിലയിൽ അവരെ എന്തിനെ ആക്ഷേപിക്കുന്നത്? നിയമത്തിൻ്റെ കുറവാണ്, ദൈവത്തിൻ്റെ കുറവൊന്നും വരുന്നില്ലേ? അത് അസാധ്യമല്ലേ? അവൻ അവരെ ആക്ഷേപിച്ചുകൊണ്ട് എന്ന് പറയുന്നു. ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദ ഗ്രഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും. അവിടെ നീക്കണ്ട. അപ്പൊ പുതിയ നിയമം ആരോട് ചെയ്തു? ജാതികളോട് ചെയ്തു എന്നാണ് നമ്മൾ പറയുന്നത്. അങ്ങനല്ലേ? അത് പഴയ നിയമമായിരുന്നു. പുതിയ നിയമം നമ്മൾ ക്രിസ്ത്യാനികളോട് ചെയ്തു, അല്ലെ നമ്മൾ ജാതികളോട് ചെയ്തു അല്ലെന്ന് എന്ന് പറയുന്നു. പൗലോസ് എന്ന് പറയുന്നു, ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദ ഗ്രഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം. അപ്പോൾ പുതിയ നിയമവും പഴയ നിയമവും എല്ലാം അവരോട് തന്നെ ചെയ്തിട്ടുണ്ട് അല്ലേ? അത് പറയാനായിട്ട് സമയം പോരാ, അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഇതിൽ നിന്നും വിരമിക്കാം. വീണ്ടും കാര്യങ്ങളില്ലാഞ്ഞിട്ടല്ല, ഒരു കാര്യം ഇവിടെ പറഞ്ഞുകൊണ്ട് ഒരു വേദഭാഗം കൂടെ വായിക്കാം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായത്തിൻ്റെ 14 മുതൽ 17 വരെയും വായിച്ചിട്ട് നമുക്ക് നിർത്താം. അതിക്രമങ്ങൾ ഒക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വിഭിച്ചു ക്രൂശിൽ അവരുടെ മേൽ ജലയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. ഇവ വരുവാനിരിക്കുന്നവരുടെ നിഴലത്രേ. ഇപ്പൊ ശബത് എന്തുവായിരുന്നു? അപ്പൊ ഞാൻ ഇതുവരെ സംസാരിച്ചത് മുഴുവനും പോയി. ഞാൻ ഇതുവരെ ഇവിടെ സംസാരിച്ചത് മുഴുവനും അങ്ങ് പോയി. കാര്യം അവിടെ ചെല്ലുമ്പം പാസ്റ്റർ എടുത്ത് കാണിക്കുന്ന എന്തുവാ? അത് നിഴലായിരുന്നെന്ന്. ഏത്? ശബത്ത് നിഴലായിരുന്നു. കുട്ടി ചിന്തിച്ചോ? എന്ത് മനസ്സിലായി? ശബത്ത് നിഴലായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഞാൻ കേട്ട പ്രസംഗത്തിൻ്റെ ഒരു പറയാം, എന്നാൽ അവർ ശബത്ത് ആചരിക്കുന്ന നിലയിൽ പിന്നെ ഒരു ആടിനെയും കൂടെ കൊണ്ടുപോകണം. കൊല ചെയ്യരുതെന്നുള്ള നിയമത്തിന് ആടിനെ കൊണ്ടുപോകണ്ട കേട്ടോ, അതിന് വേണ്ട. പിന്നെ അന്യദൈവങ്ങളുണ്ടാകരുത്, അതിനും ആടിനെ കൊണ്ടുപോകണ്ട. വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, അതിനൊന്നും ആടിനെ കൊണ്ടുപോകണ്ട. പിന്നെ എപ്പോഴാണ് ആടിനെ കൊണ്ടുപോകേണ്ടത്? ആടിനെ കൊണ്ടുപോകുന്ന ഒരു സമയത്ത് മാത്രം മതി. 4-ാമത്തെ കൽപ്പന വരുമ്പം ആടിനെ കൂടെ കൊണ്ടുപോകണം. മറ്റേതിനൊക്കെയോ ആടിനെ വേണ്ട. ഇന്ന് ഞാൻ കേട്ട പ്രസംഗമാണ് ഞാൻ പറഞ്ഞു. ഇവിടെ ആരുടെയെങ്കിലും സാബത്ത് എന്നുള്ളത് വേറെയാ സാറേ. ഞാനത് നമുക്ക് ക്ലാസ് ഉണ്ട് ഇവിടെ കുറ്റപ്പുഴ വെച്ച്, അന്ന് ഞാനിത് എടുക്കുന്നതായിരിക്കും. അതിനെ കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാനുണ്ട് അല്ലേ. ആരുടെയെങ്കിലും ഫോണിനകത്ത് കിട്ടും. എന്താണ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം
ആ കിങ് ജെയിംസ് വെർഷൻ ട്രാൻസ്ലേഷനിലൊന്ന് വായിച്ച് കേൾപ്പിക്കണം. അതും കൂടെ പറഞ്ഞേച്ച് ഞാൻ നിർത്തിയേക്കാം. നമ്മുടെ സമയം 8:30 8:32 അല്പം കൂടെ. കേട്ടില്ല. സഹോദരി അതിങ്ങിതാ, ഞാൻ വായിക്കാം. Which are a shadow of things to come. Which are a shadow of things to come. But the body is of Christ. Okay. അവിടെ നിൽക്കട്ടെ. Which are a shadow of things to come. അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാം? പൊരുള് ഭാവിയിലാണ്. പൗലോസ് എഴുതുമ്പോൾ അത് നിഴലാണ്. ക്രൂശിൻ്റെ ആയിരുന്ന നിലയിൽ നേരെ തിരിച്ചു പറയണമായിരുന്നു. ദീസ് ആർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? പ്രസന്ന കാലത്തിനാണ് ഈസ് ആർക്ക് ഉപയോഗിക്കുന്നത്, അല്ലേ? ദീസ് ആർ. അപ്പോൾ പൗലോസ് എഴുതുമ്പം അതൊരു നിഴലായിരുന്നു. ദീസ് ആർ എ ഷാഡോ ഓഫ് തിങ്സ് ടു കം. അപ്പോൾ പുരുഷൻ്റെ കാര്യമല്ല ഇവിടെ പറയുന്നത്, മറ്റേതോ കാര്യമാണ്. അത് നമുക്ക് പറയാൻ സമയമില്ല, അതുകൊണ്ട് അവിടെ നിർത്താം. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്താം. ശബദ് നിഴലായിരുന്നോ? ശബദ് നിഴലായിരുന്നു. അങ്ങനെയാണല്ലോ ഇവിടെ പറയുന്നത്. എന്നാൽ ഞാൻ പറയാം, ശ്രദ്ധിച്ചു കേൾക്കും ഞാൻ പറയാം. ഇത് കുരിശെന്നിരിക്കട്ടെ, അല്ലേ? ഇത് വേണ്ട, പാപം എന്നിരിക്കട്ടെ. പാപം. ഈ മൈക്കിരിക്കുന്ന എന്താണ്? പാപം, അല്ലേ? അപ്പം ഈ പാപം ഉത്ഭവിക്കുന്നത് എപ്പോഴാണ്? അല്ലേ? പാപത്തിൻ്റെ ഉത്ഭവത്തിന് ശേഷമാണ് എന്തുണ്ടാകുന്നത്? നിഴലുണ്ടാകുന്നത്. സോറി, എന്ത് മനസ്സിലായി? പാപത്തിൻ്റെ ശേഷമാണ് എന്താ പറയുന്നു? ശരിയല്ലേ സാർ? എന്താ പറയുന്നത്? പാപത്തിന് മുമ്പ് നിഴലിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ? ഇല്ല. പാപത്തിന് ശേഷമാണ് എന്ത് ഉത്ഭവിക്കുന്നത് മോളെ? നിഴൽ ഉത്ഭവിക്കുന്നത്. 7ാമത്തെ ദിവസമാവുന്ന ശബദ് പാപത്തിന് മുമ്പേ ഉണ്ടായിരുന്നെങ്കിൽ അതെങ്ങനെ നിഴലാകുന്നെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്ത് മനസ്സിലായി? പറ, നിങ്ങൾ ഉത്തരം പറ. എന്നെ ഏത് പണ്ഡിതൻ്റെ അടുക്കലും നിങ്ങൾ കൊണ്ടുപോയി, ഞാൻ വരാം. എനിക്കുത്തരം ലഭിക്കണം. പാപത്തിന് മുമ്പുണ്ടായിരുന്ന ശബദിനെ നിഴലെന്ന് വിളിക്കുന്നെങ്കിൽ, എന്നോട് സാറ് പറഞ്ഞു വളരെ സൗമ്യമായിട്ട് സംസാരിക്കാവൂ എന്ന് പറഞ്ഞ് ഞാനത് അങ്ങ് ബഹുമാനിക്കുക. നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ സഹോദര? എന്ത് മനസ്സിലായി? 7ാമത്തെ ദിവസത്തെ ശബദ് പാപത്തിന് മുമ്പാണോ പിൻപാണോ? പാപത്തിന് മുമ്പുണ്ടായിരുന്നു. പാപത്തിന് മുമ്പ് 7ാമത്തെ ദിവസം അന്ന് ശബ്ദം ഉണ്ടായിരുന്നു. അന്ന് സാറേ ഏതിൽ തുടങ്ങിയ? അപ്പം ഞാൻ പറയുന്നേ, ഏതിൽ തുടങ്ങിയ ഈ പാപത്തിന് മുമ്പ് ഉണ്ടായിരുന്ന നിഴൽ ആരംഭിക്കുന്നതിന് മുൻപ് ആ ശബ്ദം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ അതിനെങ്ങനെയാ ഇതിനെ നിഴലെന്ന് വിളിക്കുന്ന? ബുദ്ധിമോശമായി പോയില്ലേ? നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ? കൊയാന്ന് കൊയഞ്ഞ് കിടക്കും, ഒരു നിവൃത്തിയുമില്ല. അപ്പം ഇതിന് മറ്റെന്തോ വേദപുസ്തകത്തിൽ പരസ്പര വിരുദ്ധമായിട്ടുള്ള ഒരൊറ്റ കാര്യം പോലും ഇല്ല എന്നൊന്ന് വിശ്വസിക്കണം. ഇന്നലെ പഠിച്ച പാഠം ഒന്നുകൂടെ പറയാം. യഹോവയായ ഞാൻ, നിങ്ങളെല്ലാവരും കൂടെ പറയണേ, യഹോവയായ ഞാൻ മാറാത്തവൻ, എൻ്റെ വചനം എൻ്റെ അധരങ്ങളിൽ നിന്ന് എന്തെങ്കിലും പുറപ്പെട്ടാലോ നിങ്ങളൊന്നും പിന്നെ അങ്ങനെ ശനിയാഴ്ച ഞായറാഴ്ച വീട്ടിൽ പോയി ചിന്തിച്ചു, പ്രാർത്ഥിച്ചിട്ട് ചിന്തിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുക. മറുത്തു നിർത്ത്, തർക്കുത്തരവൊന്നും പറയല്ല. തന്നെത്താനെ താഴ്ത്തി സമർപ്പിച്ചു കൊടുങ്കിൽ നിങ്ങൾ ദൈവമുഖം കാണും. തന്നെത്താനെ താഴ്ത്തി ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് സമർപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ മുഖം കാണും. ഇല്ലെങ്കിലോ
ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ നമ്മളിപ്പോൾ അടിമത്വത്തിൽ കിടക്കുക. എന്തൊരടിമത്വമാണ്? പാരമ്പര്യമെന്ന അടിമത്വം, നമ്മൾ സഭകളെന്ന അടിമത്വം കിടക്കുകയാണ്. ഇതിൽ നിന്നും സത്യം അറിയുമ്പോൾ നിങ്ങൾ മോചനം പ്രാപിക്കും. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ.